അവരെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓഡിയൻസ് എല്ലാം ഇരിപ്പുണ്ടല്ലോ, നമ്മളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ സംസാരിച്ചത് എന്താണ്? സസ്റ്റൈനബിൾ മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ കൺസർവേഷൻ ആണ് നിലനിൽക്കുന്ന. അതുകൊണ്ടാണ് കിൽ ടു കൺസർവ് എന്ന് പറയുന്നത്. ഇതിനെ നിലനിർത്തണം. ഏതിനെ? വന്യമൃഗങ്ങളെ മാത്രമല്ല, ആവാസ വ്യവസ്ഥയെ. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ട് കാട് വിട്ടുവരുന്നു. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം, ആവാസ വ്യവസ്ഥയിൽ അവയ്ക്ക് ആവശ്യമുള്ള വെള്ളം, അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം, ഇതെല്ലാം ഉണ്ടാവണം. അപ്പോൾ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാകുക? വളരെ കൃത്യമായി അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കണ്ടെയ്ൻ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ സമീപനം നിങ്ങൾക്കുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ത്യക്ക് അങ്ങനെ ഇല്ലല്ലോ. അവിടെയാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിലനിൽക്കണമെങ്കിൽ ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവണം. നമ്മുടെ നാട് നമ്മൾ സംരക്ഷിക്കപ്പെടണം. കേരളത്തിലെ പരിസ്ഥിതിക്ക് എന്താ കുഴപ്പം? ഞാൻ ഒരു ഒറ്റക്കാര്യം 38,861 സ്ക്വയർ കിലോമീറ്റർ കേരളം. അതിൽ 3.5 കോടി ആളുകൾ ജീവിക്കുന്നുണ്ട്. വനം 30%, ഫോറസ്റ്റ് കവർ 54%, ട്രീ കവർ 60%. അതിൽ 25 വന്യജീവി സങ്കേതങ്ങൾ, 6000 ആന, 213 കടുവ. ബാക്കി ഈ രീതിയിൽ കണക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. കണക്ക് പറഞ്ഞാൽ നമ്മൾ ഞെട്ടണോ? ഈ രീതിയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്ന പച്ചപ്പുള്ള ഫോറസ്റ്റ് ഉള്ള ഇത്രയും മനുഷ്യര് ജീവിക്കുന്ന 860 ആളുകൾ പെർ സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന മറ്റൊരു പ്രദേശം ഈ ലോകത്തോടെ കാണിച്ചു തരാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ കണക്ക് മുഴുവൻ കള്ളമാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞ കണക്ക് മുഴുവൻ കള്ളമാണ്. ശരിക്കുള്ള കണക്ക് ചേട്ടൻ പച്ചക്കള്ള കോടതി കഴിഞ്ഞ ആഴ്ച കേരള സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ വനത്തിന്റെ മൊത്തം കാര്യങ്ങള് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടില്ല. അതൊരാഴ്ചക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിട്ട് നിങ്ങൾ ഈ കണക്ക് പറയും. തെളിവില്ലാന്ന് പറഞ്ഞേ. ഇതൊന്നും നിങ്ങൾ കാണണം. ഇതൊന്നും നിങ്ങൾ കാണണം. ഇതൊരു ഒരു മിനിറ്റ്, ഇതൊരു ആനയാണ്. ആന വരുന്നത് ഒരാളുടെ പറമ്പിലേക്കല്ല, വനത്തിലേക്ക് കയറാൻ വേണ്ടി ആന കിടന്നാണ് ഫെൻസിങ്ങിന് അടി കൂടെ പോണത്. അതിന്റെ ഉത്തരവാദി ആരാ? വനത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ചുറ്റും ഫെൻസിങ് ഇട്ട് അതിൻ്റെ അകത്ത് തേക്ക് വെച്ച് സംരക്ഷിച്ചേക്ക. അതിൻ്റെ അകത്ത് കയറി തീറ്റയ്ക്ക് വേണ്ടി ഈ ആന കഷ്ടപ്പെടുന്നത്. അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കോട്ടപ്പാറ. എന്റെ നാട്ടുകാർ രണ്ടുപേരും, എന്റെ പ്രായം രണ്ടുപേരും ഇവിടെ വന്നിരിപ്പുണ്ട്. അവരുടെ പ്രായത്തിൽ അവരോട് ചോദിച്ചറിയാം, ആ വനത്തിൽ മുഴുവൻ കൃഷി ചെയ്താൻ അനുവാദം ഫോറസ്റ്റുകാർ കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ കേട്ടോ റെയിൻബോ ട്രീ നമ്മുടെ സംഭവം നിങ്ങൾ കുറച്ചധികമായിട്ട് കാണുന്നില്ലേ? ഈ സാധനം എവിടെ നിന്ന് വന്നു? അത് മനുഷ്യൻ കൊണ്ടുവന്നു. അത് നിറച്ച് ആയതുകൊണ്ട് മൃഗങ്ങൾക്ക് തിന്നാനായിട്ടൊരു സാധനം, മൃഗങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ ആരെങ്കിലും ഫോറസ്റ്റിലേക്ക് കയറി നോക്കിയിട്ടുണ്ടോ? ഈ പുഴയ്ക്ക് പെരിയാറിന് അപ്പുറം മുഴുവൻ തേക്കാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇപ്പുറത്തെ യൂക്കാലിയും തേക്കും കൊണ്ട് ആനയുടെ എണ്ണം എണ്ണം കുറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ആന കാട്ടിൽ നിൽക്കുന്നില്ല? എണ്ണം കുറഞ്ഞെങ്കിൽ ആനയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും സാധനവും കാട്ടിലുണ്ടാവണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ആന കാട്ടിൽ തിന്നുന്നില്ല? ആന നാട്ടിലേക്ക് കയ്യേറ്റത്തിന്റെ അങ്ങേറ്റാണ് കേരളത്തിൽ നടക്കുന്നത്. സമുദായക്കാർ എല്ലാവരും പറഞ്ഞ് കേൾക്കത്തില്ല. എല്ലാവരും പറഞ്ഞ് കേൾക്കത്തില്ല. ചേട്ടാ എന്തുകൊണ്ട് പറഞ്ഞത് കേൾക്കത്തില്ല? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.